ഗേൾസ് പഴയ ഇൻട്രോ തന്നെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ വായിച്ച പോലെ തന്നെയാണ്. നമ്മുടെ ഫുൾ ഫങ്ഷനാണ് മൊബൈലിൻ്റെ. അപ്പോൾ നമുക്കതെങ്ങനെ നോക്കാം. ഫസ്റ്റ് നമ്മൾ 4 കുളത്തിൽ നിൽക്കുക, ഇത് നിൽക്കുക. മൊബൈൽ നമുക്ക് വരുന്നത് കോൾ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ കോൾ ചെയ്യാം. പിന്നെ വരുന്നത് മെസ്സേജസ് പഴയ അതുപോലെ തന്നെ നമുക്ക് ആരാധിച്ചെടുക്കാം. പിന്നെ ലിസ്റ്റിങ്, ഇതിനകത്താണ് ഗൈസ് നമ്മൾ മറ്റേ നോട്ടീസ് തുറക്കണത്. നമ്മുടെ സെർവറിൽ ഉള്ള എല്ലാവർക്കും നോട്ടീസ് തുറക്കണം ഇതിനകത്താണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഗ്രാൻഡ് അരീന എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഗെയിമിലുള്ള വേറൊരു കളിയാണ്. പിന്നെ SOSലാണ് നമ്മൾ പോലീസിനെ വിളിക്കുന്നതും ആംബുലൻസ് വിളിക്കാം. പിന്നെ ഓട്ടോ മെക്കാനിക്ക്, നമ്മുടെ വണ്ടി എവിടെയും ഇടിച്ച് പൊട്ടി നമ്മുടെ കിറ്റില്ല, റിപ്പയർ കിറ്റില്ല, ശരിയാക്കാൻ പറ്റാനുള്ള ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ മെക്കാനിക്കിനെ വിളിക്കാം. വേറെ ഒന്നുമില്ല, വിളിക്കുക, സെലക്ട് ചെയ്യാൻ മാത്രം മതി, അപ്പോൾ അവർ വരും. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ വിറക്കർ, ഇത് VIP സ്റ്റാറ്റസ് ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് നിങ്ങൾ ഗോൾഡ് VIPയോ സിൽവർ VIPയോ എടുത്തവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഗ്രാൻഡ് മാർക്കറ്റ്, ഇവിടെയാണ് നിങ്ങൾക്ക് സ്കിന്ന്, ആക്സസറീസ്, പിന്നെ വേറെ മറ്റേ അയൺ, ഡയമണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അതഴിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. ഇതൊക്കെ ചുമ്മാ ചവറിടാനാണ്. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയൺ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. സ്കേറ്റ് ബോർഡൊക്കെ ഇവിടെയാണ് വിൽക്കാനിട്ടാണ്. പിന്നെ ആക്സസറീസിലാണ് നിങ്ങൾക്ക് ബാഗ്, ഫേസ് മാസ്ക് അങ്ങനെയൊക്കെ കിട്ടുന്നത്. ഫേസ് മാസ്ക് അല്ല, മാസ്ക്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെയാണ് സ്കിന്ന് കിടക്കുന്നത്. നിങ്ങളെന്താ ബാങ്ക് ബാലൻസ് നോക്കണ്ട, ചെറിയൊരു പരിപാടി കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് പൈസ ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് ബാക്കിയുള്ള പരിപാടികളെല്ലാം. ഇനി നമ്മൾ മൊബൈലിൻ്റെ വേറെ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇനി വന്നത് ടാക്സി. മെസ്സേജ് വന്നല്ലോ. ഇനി വന്നത് ടാക്സിനകത്ത് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, കൂട്ടുകാരാരുമില്ല, വിൽക്കുകയെന്നുണ്ടെങ്കിൽ ടാക്സി എടുക്കുക. നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അതെടുക്കുക. ഇപ്പം എനിക്ക് പോകേണ്ടത് പോസ്റ്റ് വാൻ്റെ ജോബ്സിലാണ്. ഞാൻ പോസ്റ്റ് വാൻ എടുത്തു, സെലക്ട് ചെയ്തു, മാർക്ക് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ടാക്സിക്കാരൻ വരും, നമ്മൾ പിക്ക് ചെയ്യും, അങ്ങോട്ട് കൊണ്ടുപോകും. 2 മിനിറ്റ് പോലും ഇല്ല. ഓക്കെ. പിന്നെയാണ് ടാക്സി ഡ്രൈവർ. ഈ ടാക്സി ഡ്രൈവർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് നിങ്ങൾ ടാക്സി ജോബ് ആയിട്ട് എടുക്കുമ്പോഴാണ്. അതായത് ഇപ്പോൾ നമ്മൾ ടാക്സി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ഓർഡർ പിടിക്കുകയാണ്. നമ്മൾ ഈ ടാക്സി ഡ്രൈവർ എന്നുള്ള ആപ്പിൽ കയറി നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഓർഡർ തരും, അപ്പോൾ നമ്മൾ അവരെ പോയി പിക്ക് ചെയ്യും. അതാണ് സംഭവം. പിന്നെയുള്ള ഗ്രാൻഡ് ഓട്ടോയിൽ നമുക്ക് നമ്മുടെ വെഹിക്കിൾസ് ലിസ്റ്റിങ്ങിലിടാം, നമുക്ക് വണ്ടികൾ മേടിക്കാം, നമ്മുടെ ലിസ്റ്റിങ് നോക്കാം. ഇവിടെ ഞാൻ വണ്ടി ഇട്ടിട്ടില്ല. ആൻഡ് കത്തി ഓക്കെ, അതാണ് നോക്കാം. എൻ്റെ ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നല്ല കാറുകൾ കിടപ്പുണ്ട്. ഇതൊന്നുമല്ല, താഴത്തേക്ക് പോകുമ്പോഴാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വണ്ടി മേടിക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ പേര് കറക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആസ്റ്റൺ മാർട്ടിൻ്റെ ആസ്റ്റൺ വരെ അടിക്കുക, അപ്പോൾ കിട്ടും. കണ്ടോ, ആസ്റ്റൺ മാർട്ടിന് അത്ര അടിച്ചു മതി. നമുക്ക് ആസ്റ്റൺ മാർട്ടിൻ്റെ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്, സെർച്ച് ചെയ്ത് വണ്ടികൾ കിട്ടും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് വണ്ടികൾ പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക. ഇപ്പോൾ എൻ്റെ BMW സ്പൂൺ എടുത്ത് ചൂസ് എടുത്തു, പൈസ കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് 15,000 രൂപ. ഓക്കെ, ഇനി നിങ്ങൾക്ക് സെല്ലിങ് പ്രൈസ് ഇവിടെ അടിച്ച് കഴിഞ്ഞാൽ പ്രൈസ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് അത്ര അടയ്ക്കുക, കണ്ട് കൊടുക്കുക. അങ്ങനെ അധികം വണ്ടി സെല്ലാവും. ഇപ്പം ഞാൻ സെല്ലാക്കണില്ല, കാരണം വണ്ടി എൻ്റെയാണ്, പോയതാണ്. പിന്നെ ഉള്ള ഓപ്ഷനാണ് ബാങ്ക്. ഇത് ഇച്ചിരി ഇതാണ്. ഇതിനകത്ത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട്, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ഫണ്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ അടിക്കാം. ഫണ്ട് ട്രാൻസ്ഫർ എന്നിട്ട് ഇവിടെ പ്ലെയറിന് നെയിം അത് കൃത്യമായിട്ട് തന്നെ അടിക്കണം. നമ്മുടെ തലയുടെ മുകളിൽ അങ്ങനെയാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ നടുക്കുള്ള അണ്ടർസ്കോർ മാറുകയോ ചെയ്യരുത്, അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ പേര് മാർക്കോട് വിടുന്നതാണ്, അപ്പോൾ അതിനകത്ത് ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മാർക്കോടിൻ്റെ M ക്യാപിറ്റലാക്കിയിട്ട് മാർക്കോന്ന് അടിച്ചിട്ട് അണ്ടർസ്കോർ, പിന്നെ D ക്യാപിറ്റലാക്കിയിട്ട് ഡ്യൂഡെന്ന് അടിച്ചിട്ട് അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ ഫണ്ട് അടിക്കുക, ട്രാൻസ്ഫർ അടിക്കുക. ഇതിനകത്ത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും 0.5% അതിൻ്റെ ടാക്സ് പോകുന്നതായിരിക്കും ബാങ്കിലേക്ക്. പിന്നെ വരുവാണെങ്കിൽ മൊബൈൽ സർവീസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നിങ്ങളെ സർവീസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഈ അപ്ഡേറ്റ് വന്നേക്ക് മുമ്പ് വരെ മൊബൈലിൽ റീചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാങ്കിൽ പോയിട്ട് വേണം റീചാർജ് ചെയ്യാൻ. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ മാറിയിട്ടുണ്ട്, നമുക്ക് മൊബൈലിൽ തന്നെ നമ്മൾ റീചാർജ് ചെയ്യാം. അതിന് നമുക്കൊരു ഫീയും ഇല്ല.
പിന്നെ ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ്. ഇവിടെയാണ് നമ്മുടെ ഹൗസിൻ്റെയും ബിസിനസ്സിൻ്റെയും അപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ മറ്റേ ടാക്സ് അടയ്ക്കുന്നത്. അതായത് പേ കൊടുക്കുക, ഹൗസിൻ്റെ ഇത് കൊടുക്കുക, അടിക്കുക, എത്ര ദിവസത്തേക്കാണോ ഉണ്ട് അതാണ് അടിച്ചെടുക്കുക. പിന്നെ ഇവിടെയാണ് അഡീഷണൽ അക്കൗണ്ട് നിങ്ങൾക്ക് നമ്മുടെ അഡീഷണൽ അക്കൗണ്ട് എടുക്കണം, അതിൻ്റെ ഒന്നുമില്ല, സൂപ്പർ. പിന്നെ ഇവിടെ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മൊബൈലിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പലരും പുതിയതായിട്ട് തുടങ്ങുന്ന ബിഗിനേഴ്സിന് മൊബൈൽ എവിടെ നിന്നാണ് മേടിക്കണേന്നും പിന്നെ സിം എവിടെ നിന്നാണ് കിട്ടണതെന്നും ഒന്നും അറിയത്തില്ല. അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം എൻ്റെ ഗ്യാരേജിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് അൺലോക്ക് ആക്കാം. നമുക്ക് അതിൻ്റെ പുറത്തിറങ്ങേണ്ട ഇവിടെ അടുത്ത് തന്നെ ഒരു 24 ഷോപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും 24 ഷോപ്പിൽ തന്നെ പോകണം, കാരണം അവിടെയൊക്കെ കിട്ടത്തുള്ളൂ എന്നല്ല, അവിടെയാണ് നല്ലത്. ഇതെന്നതാ 2 വണ്ടിയോ? നമ്മുടെ ഫാമിലിയാണ് ഗൈസ്. വടക്കൻ വീട്ടിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ DM മെസ്സേജ് അയയ്ക്കുക, നമ്മൾ ചേർക്കുന്നതായിരിക്കും. ഇവിടെ എവിടെ ഒരു ഇതുണ്ടായാലോ, ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ മാർക്ക് ചെയ്തിട്ട്. ഓക്കെ, ഇനി പറയാത്തവരുണ്ടെങ്കിൽ നേരെ നിങ്ങൾ നാവിഗേറ്റർ എടുക്കുക, അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് പോവുക. നിയർ ബൈ ലൊക്കേഷൻസ് ഉണ്ട്, അതെടുക്കുക. അതെൻ്റെ നിയർ ബൈ 24 സ്റ്റോർ. അപ്പോൾ അതെടുത്തിട്ട് നേരെ പോവുക. ഇതെനിക്ക് വഴി അറിയാം, ബട്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ കാണിച്ചു തരാമല്ലോ എന്നുള്ള ഇതുകൊണ്ടാണ്. പിന്നെ ഗൈസ് ഇതുവരെ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നിട്ടും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. സൂപ്പർ. അകത്തോട്ട് കയറാനുള്ള പൈസ ഉണ്ട് ഗൈസ്. അതിൻ്റെ ഇവിടെ കയറിയിട്ട് നിങ്ങൾക്ക് നമ്പർ കണ്ടോ, താഴെ കണ്ടോ, ഫോൺ നമ്പർ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ ഫോൺ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. ഇതറിയാത്തവരുണ്ടെങ്കിൽ മേടിക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരെ ബൈ.